ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ചീപുരത്തിലെ കാഞ്ചി കാമാക്ഷിയമ്മൻ ടെമ്പിളിലാണ്. കഴിഞ്ഞ 20 വർഷം ചെന്നൈയിൽ ഉണ്ടായിട്ട് പോലും ഇപ്പോഴാണ് നമുക്ക് ഈ അമ്മയെ വന്ന് ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം ഒരു 60-61 കിലോമീറ്റർ ദൂരം, അത്ര തന്നെ. കാറിലൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു 1-1.25 മണിക്കൂറിനുള്ളിലേക്ക് ഇവിടെ എത്താം. 1000 ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്തിലാണ് നമ്മളിതാ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം മണി 5:30 ആയി. ഇവിടുത്തെ പ്രതിഷ്ഠ എന്നത് ശ്രീചക്രത്തോടെ പത്മാസനത്തിലിരിക്കുന്ന ദേവിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ദർശനം നടന്നു. ഒരിക്കലല്ല, 3 പ്രാവശ്യമാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചുറ്റി അമ്മയെ കാണാൻ പറ്റി. ദിവ്യമായ ദർശനമായിരുന്നു. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നേരെ നന്നായി ഇരുട്ടി. ഇത് ദേവിയുടെ പഞ്ചതീർത്ഥ കുളമാണ്. ചുറ്റുവിളക്കൾ മുഴുവൻ ഇതുപോലത്തെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാറ്റോ മഴയോ എന്ത് വന്നാലും ആ വിളക്കുകൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല. ഇത് പല്ലവന്മാരുടെ കാലത്ത് പണി ചെയ്ത ക്ഷേത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോഴന്മാരുടെയും വിജയനഗര ഡൈനാസ്റ്റിയുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ക്ഷേത്ര പരാമരിപ്പ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു ബിറ്റ് പേപ്പർ കൂടെ നമുക്ക് താഴെ കാണാൻ പറ്റില്ല. എന്തിന്, ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എണ്ണ, ഭസ്മം, കുങ്കുമം ഇതൊക്കെ ഓരോ അതിൻ്റെ ചുവരുകളിൽ, അതായത് ഓരോ ബിംബങ്ങളുടെയും തൂണുകളുടെയൊക്കെ ഇതിൽ കാണുമല്ലോ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ക്ലീൻ എന്ന് പറഞ്ഞാൽ പക്ക ക്ലീനാണ്. അവിടെ അമ്മയ്ക്ക് നിവേദിച്ച തൈര് സാദവും പുളിയോദരയൊക്കെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ പ്രസാദവും കഴിച്ച് പുറത്തിറങ്ങി. ഇനി അടുത്ത വേറെ അമ്പലങ്ങളിലൊന്നും പോകാനുള്ള സമയവുമില്ല. മണി 8 പതിവായി എല്ലാ അമ്പലത്തിലെയും നട അടയ്ക്കാറുള്ള സമയമായി. നമ്മൾ വന്നതോ ബസ്സിലുമായിരുന്നു. എപ്പോഴും ചെന്നൈ ടു കാഞ്ചീപുരം എപ്പോഴും ബസ് സർവീസ് ഉണ്ട്. അത് കാരണം നമ്മൾ കാറൊന്നും നോക്കിയില്ല, നേരെ ബസ്സിലാണ് വന്നത്. അപ്പം ഇനി തിരിച്ചു പോകുന്നതും ആ സമയത്തൊക്കെ പോണ്ടേ എന്നുള്ളതിൽ. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇത്രയും അമ്പലങ്ങളുടെ, അതായത് 1000കണക്കിന് ക്ഷേത്രങ്ങളുടെ നഗരമെന്നായ നമ്മുടെ ഈ കാഞ്ചീപുരത്ത് വന്നിട്ട് വേറെ ഒരു അമ്പലവും കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ. വിഷമമല്ല, എനിക്ക് കാഞ്ചി കാമാക്ഷിയെ കണ്ടത് ഭയങ്കര തൃപ്തിയാണ്. എന്നാലും ഇത്രയും അമ്പലങ്ങൾ, അതായത് കൈലാസനാഥ ക്ഷേത്രമുണ്ട്, വരദരാജ ക്ഷേത്രമുണ്ട്, ഏകാംബരനാഥ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലായിടവും പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമത്തിലാണ് ഞങ്ങളന്ന് ബസ് കയറിയത്. പക്ഷേ ആ ബസ്സിൽ കയറിയപ്പോഴാണ്, കുറച്ച് ദൂരം വന്നപ്പോഴാണ് അതിൽ ടിക്കറ്റ് എടുക്കാൻ വന്നു കണ്ടക്ടർ. ടിക്കറ്റ് കേട്ടപ്പോൾ താമ്പരം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇത് താമ്പരം പോവില്ല എന്ന് പറഞ്ഞ് അവിടെ ഇറക്കി വിട്ടു. വേലൂർ പോകുന്ന ബസ്സിലാണ് നമ്മൾ കയറിയത്. ഇറക്കി വിട്ട സ്റ്റോപ്പാണെങ്കിലോ നമ്മുടെ ഏകാംബരനാഥൻ്റെ മുമ്പിൽ. എനിക്ക് ആ നിമിഷം എന്ത് പറഞ്ഞോന്നറിയില്ല. കരയണോ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വിങ്ങിപ്പോയി. പകലാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന ലൈറ്റോടെയാണ് ആ കോവിൽ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു പ്രകാശമായിട്ട്. അപ്പം വന്ന് നമ്മളപ്പോഴും വിചാരിച്ചു, ഒരു പക്ഷേ 8 മണി ആകാറായില്ലേ, തീർച്ചയായിട്ടും നട അടയ്ക്കുമെന്ന്. എന്നാൽ നമുക്ക് അങ്ങനെ ഒന്നുമല്ല. നമ്മളകത്ത് കയറി, നമ്മളെ പിറകെ 2-3 പേരൂടെയൊക്കെ കയറി. അതിനിടയ്ക്ക് ഈ കാണുന്ന വാതിൽ, ഈ രാജഗോപുരത്തിൻ്റെ വാതിലങ്ങ് അടച്ചു. നമ്മൾ അകത്ത് കയറി. അന്ന് ആ മഹാദേവനെ അവസാനമായിട്ട് ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചത് നമുക്കായിരുന്നു. നമുക്ക് ശേഷം അടുത്ത് പിന്നെ നോ എൻട്രിയാണ്. പിന്നെ എല്ലാം തൊഴുത് വെളിയിൽ അടുത്ത വാതിൽ വഴി പുറത്ത് വരണം. അത്ര തന്നെയാണ്. പറഞ്ഞറിയിക്കാനോ അതിൻ്റെ ആ നിർവൃതി എനിക്ക് വർണ്ണിക്കാനൊന്നും അറിയില്ല. നല്ല ദർശനമായിരുന്നു. നമുക്ക് പ്രസാദവും കിട്ടി. എന്താണ് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസത്തിന് മുമ്പാണ് അവിടെ കുംഭാഭിഷേകം നടന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു അമ്പലത്തിൽ കുംഭാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 41 ദിവസം വരേക്കും അവിടുത്തെ ആ ചൈതന്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരും 41 ദിവസത്തിനുള്ളിൽ പോയി കാണാൻ ആഗ്രഹിക്കും. എല്ലാവരും അത് അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊരു അവസരം കൂടെ കിട്ടിയപ്പോൾ എനിക്കത് എടുത്ത് പറയാൻ അറിയില്ല. ഇതുപോലെ ഇവിടെ ഇനിയും സവിശേഷതകളുള്ള പല ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അതിലൊന്ന് കൈലാസനാഥ ടെമ്പിൾ. നമുക്കിന്ന് പോകാൻ പറ്റിയില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഒരു ദിവസം വരണം. കാഞ്ചീപുരത്തിൽ ഒരു സ്റ്റേ ചെയ്ത് 2 ദിവസമായിട്ട് നിന്ന് ദർശിക്കാനുള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആ കൈലാസനാഥ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവിടെ ഒരിക്കൽ ചെന്ന് കണ്ടാൽ മറുപിറവി, അതായത് മറുജന്മമില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ വേറെ ക്ഷേത്രങ്ങൾ നമ്മൾ പറയാറുണ്ട്. തിരുവണ്ണാമല നനച്ചാലേ മോക്ഷം എന്നാണ്, അതായത് മനസ്സുകൊണ്ട് വിചാരിച്ചാലേ മോക്ഷം എന്നാണ്. ചിദംബരത്ത് ജനിച്ചാൽ മോക്ഷം, കാശിയിൽ മരിച്ചാൽ മോക്ഷം. അപ്പോൾ ഇങ്ങനെ കുറേ പറയാറുണ്ട്. ഹിന്ദുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാഞ്ചീപുരം വന്ന് ദർശിച്ച് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ ശ്രമിക്കണം. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കും.
പിന്നെ അത് ഇവിടെ ഇരിക്കുന്ന അവനോ അവളോ കൂടെ വിചാരിക്കേണ്ടതുണ്ട് ആര് എപ്പോൾ വരണമെന്ന്. ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ അല്പം പ്രയാസപ്പെട്ടു. ഈ രാജഗോപുരം കാണുമ്പോൾ, അതായത് അന്ന് കണ്ടപ്പോൾ എന്ത് ഫീലാണോ എനിക്ക് അതേ ഫീൽ തന്നെയാണ് ഞാൻ തിരിച്ച് വീണ്ടും വീണ്ടും കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്. അതെന്തെന്ന് എനിക്കറിയില്ല. പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന്. എനിക്ക് പേരറിയാത്ത കുറേ വൃക്ഷങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലിരുന്ന് എനിക്ക് എന്ത് പറയാനുണ്ടോ അതെല്ലാം ഞാൻ ആ ഏകാംബരനാഥനോടും ഏവലാർ കുഴലി അമ്മയോടും പറഞ്ഞിട്ടാണ് വന്നത്. പൂർണ്ണ തൃപ്തിയായിരുന്നു, പൂർണ്ണ തൃപ്തി.